The alternating group theorem. If n greater than or equal to 2, then the collection of all even permutations of set 1, 2, 3, etc. n forms a subgroup of order n factorial by 2 of the symmetric group Sn. Symmetric group Sn. Sn എന്താണെന്ന് നമുക്കറിയാം, സെറ്റ് 1, 2, 3, etc. എന്നിൽ ഡിഫൈൻ ചെയ്യുന്ന എല്ലാ പെർമ്യൂട്ടേഷൻസിൻ്റെയും കളക്ഷൻ. സോ ആ പെർമ്യൂട്ടേഷൻസിൻ്റെ കളക്ഷനിൽ നിന്ന് ഈവൻ പെർമ്യൂട്ടേഷൻസ് മാത്രം കൺസിഡർ ചെയ്യുക. ഈവൻ പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പെർമ്യൂട്ടേഷനെ ഡിസ്ജോയിൻ സൈക്കിൾസിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാം. ദെൻ ഓരോ സൈക്കിളിനെ നമുക്ക് ട്രാൻസ്പോസിഷൻസിൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാം. അതായത് ലെങ്ത്ത് 1, 2 വരുന്ന സൈക്കിൾസിൻ്റെ പ്രൊഡക്റ്റ്. അപ്പോൾ അങ്ങനെ എത്ര ട്രാൻസ്പോസിഷൻ വരുന്നുണ്ടോ ആ എണ്ണം ഈവൻ ആണോ ഓഡാണോ എന്ന് നോക്കുക. അത് ഈവൻ ആണെങ്കിൽ ഈവൻ പെർമ്യൂട്ടേഷൻ. അപ്പോൾ ഓരോ പെർമ്യൂട്ടേഷൻ ഈവൻ ആണോ ഓഡാണെന്ന് നോക്കുക. അങ്ങനെ വരുന്ന ഈവൻ പെർമ്യൂട്ടേഷൻസിൻ്റെ എല്ലാം കളക്ഷൻ എടുക്കുക. Snലെ ഈവൻ പെർമ്യൂട്ടേഷൻസിൻ്റെ കളക്ഷൻ എടുക്കുക. അതിൽ n ഫാക്ടോറിയൽ ബൈ 2 എലമെൻറ്റ്സ് ഉണ്ട്. നമുക്കറിയാം Snൽ n ഫാക്ടോറിയൽ എലമെൻറ്റ്സ് ഉണ്ട്. സോ ഈവൻ പെർമ്യൂട്ടേഷൻ്റെ കളക്ഷനിൽ n ഫാക്ടോറിയൽ ബൈ 2 എലമെൻറ്റ്സ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ദെൻ ഈ ഈവൻ പെർമ്യൂട്ടേഷൻ്റെ കളക്ഷൻ അത് ഇറ്റ്സെൽഫ് ഒരു ഗ്രൂപ്പാണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, proof. If n greater than or equal to 2, then the number of even permutations in Sn is same as the number of odd permutations. അതായത് Snൽ n ഫാക്ടോറിയൽ എലമെൻറ്റ്സ് ഉണ്ടെന്നറിയാം. ഇനി ഈവൻ പെർമ്യൂട്ടേഷൻ്റെ എണ്ണം n ഫാക്ടോറിയൽ ബൈ 2 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന ഇതാണ്. ഈവൻ പെർമ്യൂട്ടേഷൻ്റെ എണ്ണവും ഓഡ് പെർമ്യൂട്ടേഷൻ്റെ എണ്ണം Snൽ സെയിം ആണ്. ഇപ്പോൾ സെയിം ആണെങ്കിൽ പകുതി ഈവൻ ആയിരിക്കും, പകുതി ഓഡായിരിക്കും. അപ്പോൾ n ഫാക്ടോറിയൽ ബൈ 2 ഈവൻ കാണും, n ഫാക്ടോറിയൽ ബൈ 2 ഓഡ് പെർമ്യൂട്ടേഷൻസ് കാണും. സോ ഇതാണ് നമ്മൾ ഫസ്റ്റ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അതായത് Snലെ ഈവൻ പെർമ്യൂട്ടേഷൻ്റെയും ഓഡ് പെർമ്യൂട്ടേഷൻ്റെയും, Snലെ ഫുൾ പെർമ്യൂട്ടേഷൻ എടുത്താൽ ഐദർ ഈവൻ ഓർ ഓഡ്. അപ്പോൾ ഈവൻ പെർമ്യൂട്ടേഷൻ്റെ എണ്ണവും ഓഡ് പെർമ്യൂട്ടേഷൻ്റെ എണ്ണവും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യും. അപ്പോൾ രണ്ടും n ഫാക്ടോറിയൽ ബൈ 2 എന്ന് നമുക്ക് കിട്ടും. ലെറ്റ് an be the set of even permutations in Sn. അപ്പോൾ Snലെ ഈവൻ പെർമ്യൂട്ടേഷൻ നമ്മൾ ആദ്യം an എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ആൻഡ് bn be the set of odd permutations for n greater than or equal to 2. സോ n greater than or equal to 2 വരുന്ന കേസാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഈവൻ പെർമ്യൂട്ടേഷൻസിനെ എൻ്റെ കളക്ഷൻ an എന്നും ഓഡ് പെർമ്യൂട്ടേഷൻസിൻ്റെ കളക്ഷനെ bn എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഇനി നമ്മൾ anലും bnലും സെയിം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? an നിന്ന് bnലേക്ക് ഈ സെറ്റിൽ നിന്ന് an എന്ന സെറ്റിൽ നിന്ന് bn എന്ന സെറ്റിലേക്ക് ഒരു 1, 1 on to ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റണം. സോ നമ്മൾ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ നോക്കുന്നു. അതിന് ആദ്യം ഒരു പെർമ്യൂട്ടേഷൻ ടോ, ഒരു ഫിക്സഡ് പെർമ്യൂട്ടേഷൻ, Snലെ ഒരു ഫിക്സഡ് പെർമ്യൂട്ടേഷൻ ടോ കൺസിഡർ ചെയ്യുക. n greater than or equal to 2 ആണ്. സോ നമ്മൾ ടോ ആയിട്ട് എടുക്കുന്ന ഇതാണ് ട്രാൻസ്പോസിഷൻ 1, 2. ഫിക്സഡ് പെർമ്യൂട്ടേഷൻ മീൻസ് ദാറ്റ്സ് എ ട്രാൻസ്പോസിഷൻ. എല്ലാ പെർമ്യൂട്ടേഷൻ ട്രാൻസ്പോസിഷൻ അല്ല, നമ്മളിവിടെ ടോ ആയിട്ട് ട്രാൻസ്പോസിഷൻ എടുക്കുന്നു. ട്രാൻസ്പോസിഷൻ 1, 2 കൺസിഡർ ചെയ്യുക. 1, 2 അതായത് 1നെ 2ലേക്ക് മാപ്പ് ചെയ്യുന്നു, 2നെ 1ലേക്ക് മാപ്പ് ചെയ്യുന്നു. ബാക്കി എല്ലാ എലമെൻറ്റ്സും ഫിക്സ്ഡ് ആണ്. 1, 2 കൺസിഡർ ചെയ്യുക. ദെൻ നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ് an നിന്ന് bnലേക്ക്. ഫംഗ്ഷൻ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക. ലാംഡ ടോ എന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. ലാംഡ ടോ ഓഫ് an is defined from an to bn by lambda ടോ ഓഫ് സിഗ്മ ഈക്വൽ ടു ടോ സിഗ്മ. ലെഫ്റ്റ് സൈഡിൽ ടോ ഓപ്പറേറ്റ് ചെയ്യുക. ടോ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്തിട്ടുണ്ട്. ട്രാൻസ്പോസിഷൻ 1, 2. ദാറ്റ് ഈസ് സിഗ്മ എലമെൻറ്റ് ഓഫ് an is mapped into 1, 2 ട്രാൻസ്പോസിഷൻ 1, 2 സിഗ്മ by lambda ടോ. സിൻസ് സിഗ്മ ഈസ് ഈവൻ, സിഗ്മ ഈവൻ ആണ്, an എന്നൊരു എലമെൻ്റ് ആണ്. സോ അത് ഈവൻ ആണ്. അപ്പോൾ ആ ഈവൻ പെർമ്യൂട്ടേഷൻ്റെ കൂടെ ഒരു 1, 2 കൂടി ലെഫ്റ്റ് സൈഡിൽ ഓപ്പറേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? അപ്പോൾ ഒരു ട്രാൻസ്പോസിഷൻ എക്സ്ട്രാ ആയി. ഇപ്പോൾ സിഗ്മയിൽ ഈവൻ ട്രാൻസ്പോസിഷൻസ് ഉണ്ട്, ഒരു ട്രാൻസ്പോസിഷൻ കൂടി വരുമ്പോൾ അത് ഓഡായി. ഇപ്പോൾ 1, 2 സിഗ്മ എന്ന് പറയുന്നത് ഓഡ് ട്രാൻസ്പോസിഷൻസ് ആണ് അവിടെ വരിക. സോ അത് bnലെ മെമ്പറാണ്. സോ anൽ നിന്ന് bnലേക്ക് ഒരു മാപ്പിംഗ്. an നിന്ന് സിഗ്മ എടുത്തു, 1, 2 സിഗ്മ കൊടുത്താൽ അത് bnലെ മെമ്പറായി. ഇനി ഇത് 1, 1 ആണോ എന്ന് നോക്കാം. ലാംഡ ടോ സിഗ്മ ഈക്വൽ ടു ലാംഡ ടോ ഓഫ് മ്യൂ. സിഗ്മ മ്യൂ എലമെൻറ്റ് ഓഫ് an. 1, 1 ചെക്ക് ചെയ്യും. f of x is equal to f of y implies x is equal to y എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ലാംഡ ടോ ഓഫ് സിഗ്മ ഈക്വൽ ടു ലാംഡ ടോ ഓഫ് മ്യൂ വിച്ച് ഇംപ്ലൈസ് ലാംഡ ടോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 1, 2 സിഗ്മ ഈക്വൽ ടു 1, 2 മ്യൂ. ദെൻ വിച്ച് ഇംപ്ലൈസ് 1, 2 സിഗ്മ. Snലെ മെമ്പേഴ്സാണ് 1, 2 സിഗ്മ എല്ലാം. ട്രാൻസ്പോസിഷൻ 1, 2 Snലാണ്. സിഗ്മ മ്യൂ ഇതെല്ലാം Sn മെമ്പേഴ്സാണ്, Sn ഗ്രൂപ്പാണ്. സോ ലെഫ്റ്റ് ക്യാൻസലേഷനിൽ യൂസ് ചെയ്താൽ സിഗ്മ ഈക്വൽ ടു മ്യൂ. സോ 1, 1 ആണ് ഫംഗ്ഷൻ. ദെൻ ഓൺ 2 ആണെന്ന് നോക്കാം. ലാംഡ ടോ ഈക്വൽ ടു 1, 2. അപ്പോൾ ലാംഡ ടോയുടെ ഇൻവേഴ്സ് എന്താ? ലാംഡ ടോ 1നെ 2ലേക്കും 2നെ 1ലേക്കും മാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷനോ നേരെ തിരിച്ചെന്ന് പറഞ്ഞാലും 1നെ 2ലേക്കും 2നെ 1ലേക്കും തന്നെ. 1നെ 2ലേക്ക്
2-നെ 1-ലേക്ക്, തിരിച്ചു വന്നാൽ 1-നെ 2-ലേക്ക്, 2-നെ 1-ലേക്ക്. സോ ലാംഡാറ്റോ ഇൻവേഴ്സും ലാംഡാറ്റോ തന്നെയാണ്. അപ്പം റോ ബി എന്നിലെ ഒരു എലമെൻറ്റ് എടുക്കുക, ആർബിട്രറി ആയിട്ടൊരു എലമെൻറ്റ് എടുത്താൽ ആ റോ എന്ന് പറയുന്നത് എ എന്നിലെ ഏതെങ്കിലും എലമെൻറ്റിൻ്റെ ലാംഡാറ്റോ ഇമേജ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യണം, ഓൺ ടു പ്രൂവ് ചെയ്യാൻ. അപ്പോൾ ടോ ഇൻവേഴ്സ് റോ ബി എന്നിൽ നിന്ന് എ എന്നിൽ നിന്ന് എടുക്കുക, റോ ബി എന്നിൽ നിന്ന് എടുത്താൽ ടോ ഇൻവേഴ്സ് റോ എ എന്നിൽ നിന്ന് എടുക്കുക. ഇപ്പോൾ ടോ ഇൻവേഴ്സ് റോ അതിൻ്റെ ലാംഡാറ്റോ ഇമേജ് നോക്കിയേ, ലാംഡാറ്റോ ഓഫ് ടോ ഇൻവേഴ്സ് റോ ദാറ്റ് ഈസ് ഈക്വൽ ടു ടോ ഇൻവേഴ്സ് റോ. ദെൻ ടോ ഇൻവേഴ്സ് ഐഡൻറ്റിറ്റി ആയി, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റോ. അപ്പം ബി എന്നിൽ നിന്നൊരു റോ എടുത്താൽ അത് ടോ ഇൻവേഴ്സ് റോയുടെ ഇമേജാണ്. നമുക്ക് റോയിൽ ഓഡ് നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസ് ആണുള്ളത്, ബി എന്നിലെ മെമ്പർ ആയതുകൊണ്ട്. ടോ ഇൻവേഴ്സ് എന്ന് പറയുന്ന ട്രാൻസ്പോസിഷനാണ്. സോ ടോ ഇൻവേഴ്സ് റോ എന്ന് പറയുമ്പോൾ ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസ് ആയി, സോ അത് എ എന്നിലെ മെമ്പറാണ്. സോ ബി എന്നിലെ ഏത് എലമെൻ്റ് എടുത്താലും അതിനൊരു പ്രീ ഇമേജ് ഉണ്ട് എ എന്നിൽ. ടോ ഇൻവേഴ്സ് റോയാണ് എ എന്നിൽ എടുക്കുക. സോ ലാംഡാറ്റോ ഈസ് ഓൺ ടു. So there is a 1-to-1 correspondence between the elements of the sets. Hence the number of elements in A n is same as the number of elements in B n. So Sn n factorial elements ആണ്. So അതിൻ്റെ half elements A n ലും half elements B n ലും. So A n n factorial by 2 elements. നമ്മൾ ചേർത്തിൻ്റെ ഫസ്റ്റ് പാർട്ടായി. ഇനി സെക്കൻഡ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് A n സബ് ഗ്രൂപ്പ് ഓഫ് Sn എന്ന് പ്രൂവ് ചെയ്യണം. സോ സബ് ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ ഫസ്റ്റ് ക്ലോസ്ഡ് ആണെന്ന് പ്രൂവ് ചെയ്യണം. ദെൻ എസ് എന്നിലെ ഐഡൻറ്റിറ്റി ഇവിടെയുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. സോ നെക്സ്റ്റ് എ എന്നിലെ ഓരോ എലമെൻറ്റ്സിൻ്റെ ഇൻവേഴ്സ് ഇവിടെയുണ്ടെന്ന് പ്രൂവ് ചെയ്യണം. ആദ്യം ക്ലോസ്ഡ് ആണെന്ന് നോക്കാം. എ എന്നിലെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈവൻ ട്രാൻസ്പോസിഷൻസ് ആണ്. രണ്ട് ഈവൻ ട്രാൻസ്പോസിഷൻസ് എടുത്തിട്ട് അതിൻ്റെ പ്രൊഡക്റ്റ് കണ്ടാൽ നോക്കുക, രണ്ട് ട്രാൻസ്പോസിഷൻ്റെ പ്രൊഡക്റ്റ് എന്നറിയാൻ ആദ്യത്തെ ട്രാൻസ്പോസിഷൻ ഈവൻ നമ്പർ ഓഫ് ആദ്യത്തെ പെർമിറ്റേഷൻ ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻ ആണ്. നെക്സ്റ്റ് പെർമിറ്റേഷൻ ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസ് ആണ്. സോ രണ്ടിൻ്റെയും പ്രൊഡക്റ്റ് എടുക്കുമ്പം ഈവൻ പ്ലസ് ഈവൻ അഗെയിൻ ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസ് ആണ് വരിക. സോ ക്ലോസ്ഡ് ആണ് എ എൻ. അഗെയിൻ നെക്സ്റ്റ് ഐഡൻറ്റിറ്റി ട്രാൻസ്പോസിഷൻ, ഐഡൻറ്റിറ്റി പെർമിറ്റേഷനെ നമുക്ക് 1-2 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. നമ്മൾ ഇതിനു മുമ്പ് അത് ഡിസ്കസ് ചെയ്തതാണ്. സോ ഐഡൻറ്റിറ്റിയിൽ ഈവൻ നമ്പർ ഓഫ് ട്രാൻസ്പോസിഷൻസ് ആണ്. സോ ദാറ്റ്സ് ആൻ ഈവൻ പെർമിറ്റേഷൻ. അഗെയിൻ സിഗ്മ is expressed as a product of transpositions. The product of same transposition taken just opposite order is sigma inverse. So sigma 1 2 2 3 ആണെങ്കിൽ sigma inverse 2 3 1 2. sigma 1 2 2 3 ആണെങ്കിൽ sigma inverse 2 3 1 2. ആ ഓർഡർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ആ സെയിം ട്രാൻസ്പോസിഷൻ എഴുതിയാൽ ദാറ്റ് ഈസ് സിഗ്മ ഇൻവേഴ്സ്. സോ സിഗ്മ ഈവൻ ആണെങ്കിൽ സിഗ്മ ഇൻവേഴ്സ് ഓൾസോ ഈവൻ. സോ സിഗ്മ ഇൻവേഴ്സും എ എന്നിലെ മെമ്പർ ആയിരിക്കും. സോ എ എൻ ക്ലോസ്ഡ് ആണ്. ഐഡൻറ്റിറ്റി പെർമിറ്റേഷൻ എ എന്നിലുണ്ട്. ദെൻ എ എന്നിലെ ഓരോ സിഗ്മ എടുത്താലും അതിൻ്റെ ഇൻവേഴ്സും എ എന്നിൽ തന്നെയുണ്ട്. സോ എ എൻ ഇസ് എ ഗ്രൂപ്പ്. സോ ഇമ്പോർട്ടൻ്റ് ആണ് ഓൾട്ടർനേറ്റിംഗ് ഗ്രൂപ്പ് എ എൻ എസ് എന്നിലെ ഈവൻ പെർമിറ്റേഷൻ്റെ കളക്ഷൻ ദാറ്റ്സ് ഫോം എ ഗ്രൂപ്പ്. ദ ഗ്രൂപ്പ് ഈസ് കോൾഡ് again alternating group definition. The subgroup of Sn consisting of the even permutations of n letters is the alternating group An on n letters. Which of the permutations in S3 are even permutations? Give the table for the alternating group An. So S3 നമ്മൾ കണ്ടു, അതിൻ്റെ ഗ്രൂപ്പ് ടേബിൾ കണ്ടതാണ്. അതിലെ ഈവൻ പെർമിറ്റേഷൻസ് എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ A3 എന്ന ഗ്രൂപ്പ് കണ്ടുപിടിക്കുക, അതിൻ്റെ ഗ്രൂപ്പ് ടേബിൾ വരയ്ക്കുക. അതാണ് പ്രോബ്ലം. ഓക്കെ.